ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്. ഈ ലോകം തിന്മകളെ കൊണ്ടല്ല നശിക്കുന്നത്, തിന്മ ചെയ്യുന്നവരെ തിരുത്താതെ ഇരിക്കുന്നവരെ കൊണ്ടാണ് നശിക്കുന്നതെന്ന്. അത് നമ്മുടെ മാതാപിതാക്കൾക്ക് അത് ബാധകമാണ് അല്ലേ? ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ മാതാപിതാക്കള് നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ ഈ കാര്യങ്ങൾ മക്കളുടെ മാതൃകകളായിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഈ സമൂഹത്തിനും നമ്മുടെ വീടിനും ഒക്കെ എന്ത് ഗുണം ചെയ്യുന്ന കാര്യങ്ങളല്ലേ. പലപ്പോഴും നമ്മൾ മാതൃകയാകാറില്ല മാതാപിതാക്കൾ. നമ്മൾ മക്കളെ അങ്ങ് വളർത്തുന്നു, തലമുറയായിട്ട് ആ മക്കളെ അങ്ങ് വളർത്തിവിടുന്നു. ചിലർ നന്നായി, ചിലർ നന്നായില്ല, അങ്ങനെ അങ്ങ് പോകുന്നു. അതല്ലേ സാധാരണ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് മാതൃകയായിരിക്കണം നമ്മുടെ മക്കൾക്ക്. ഞാനൊക്കെ ഓർക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു കാര്യമുണ്ട്, നമ്മുടെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് നമ്മളെ മാതാപിതാക്കളെ ഒക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴായിരിക്കും നമുക്ക് അവരുടെ വില നമുക്ക് മനസ്സിലാകണം. അപ്പം നമ്മൾ ഓർക്കും പല കാര്യങ്ങളും ചെയ്യാമായിരുന്നല്ലോ, എൻ്റെ അച്ഛന് ഇന്നത് ചെയ്യാമായിരുന്നു, എൻ്റെ അമ്മയ്ക്ക് ഇന്നത് ചെയ്തു കൊടുക്കാമായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. അപ്പം പിന്നെ ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളല്ലേ. അപ്പം മക്കളായിരിക്കുന്ന നമ്മൾ ആരൊക്കെയാണോ നമ്മുടെ മക്കളാണെങ്കിലും നമ്മൾ ഈ കാലഘട്ടത്തിൽ അതാത് കാലഘട്ടത്തിൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ചെയ്യാനുള്ളതും നമ്മുടെ മക്കൾക്ക് ചെയ്യാനുള്ളതും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് ഓർത്ത് നമ്മൾ ദുഃഖിക്കാൻ ഇടവരുത്. ഞാൻ ചെയ്തു എന്ന് സന്തോഷത്തോടെ പറയാൻ നമുക്ക് സാധിക്കണം. ഞാൻ എൻ്റെ അച്ഛനെയും അമ്മേനെ നോക്കി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മക്കളെ നല്ല രീതിയിൽ നോക്കി എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കണം. അല്ലാതെ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ഇരുന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ അങ്ങനെ നോക്കിയില്ല, ഇങ്ങനെ നോക്കിയില്ല എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഇല്ല. അപ്പം നമ്മൾ അപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അപ്പം ചെയ്യണം അല്ലേ. അല്ലാണ്ട് അത് പിന്നത്തേക്ക് മാറ്റി വയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണമായത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ്. അദ്ദേഹവും ഭാര്യയും വിദേശത്താണ്. അപ്പം അവരുടെ അച്ഛന് ഒരു ആക്സിഡൻറ്റ് പറ്റി, എന്തോ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ടൗണിന് പോയപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് പുള്ളി കിടപ്പായിപ്പോയി. അപ്പം മകൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞ വാചകമാണ്, ഞാൻ വരുവാണ്, ഞാൻ കുറച്ച് നാൾ ഇനി അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും, അച്ഛൻ ആരോഗ്യം പൂർവ്വസ്ഥിതിയിലാകുന്നവരെ ഞാൻ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്നും പറഞ്ഞ് ഈ മകൻ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ആ മകൻ വന്ന് അച്ഛൻ്റെ കൂടെ നിന്ന് മാസങ്ങളോളം, അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസം ആ അച്ഛൻ്റെ കൂടെ നിന്ന് അച്ഛനെ എണീറ്റ് നടക്കാറായി, എല്ലാം സ്വന്തം ചെയ്യാൻ പാകമായി, നല്ല ആരോഗ്യമായി ടൗണിനൊക്കെ പോകാൻ പാകത്തിനായി കഴിഞ്ഞപ്പോഴാണ് ആ മകൻ തിരിച്ചു പോയത്. അപ്പം ഞാൻ ഓർത്തു, സാധാരണ നമ്മൾ വിദേശത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോയി, വേറെ കുറേ കൂട്ടുകെട്ടുകളിലൊക്കെ പോയി അങ്ങനെയൊക്കെ നമ്മൾ ചിലവഴിക്കുന്ന സമയം ഈ മനുഷ്യൻ പറഞ്ഞത്, ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് കുറച്ച് ദിവസം ഉണ്ടായിരിക്കും, ഞാൻ അച്ഛൻ്റെ കൂടെ നിൽക്കും, അച്ഛൻ നടക്കാറാവുന്നവർ ഞാൻ അച്ഛൻ്റെ കൂടെ നിൽക്കും എന്നാണ്. അയാളുടെ ജോലി പോലും എന്നാന്ന് പറയണേ നോക്കിയില്ല. അയാൾക്ക് 2 മാസത്തെ ലീവേ കിട്ടിയുള്ളൂ. പക്ഷേ തിരിച്ചു ചെന്നിട്ട് വേറെ ഏതെങ്കിലും ജോലിക്ക് നോക്കാം എന്നും പറഞ്ഞാണ് അയാൾ വന്നത്. അയാളും ഭാര്യയും പിള്ളേരും കൂടെ വന്ന് ഇവിടെ വന്ന് നിന്ന് അച്ഛനെ നോക്കിയിട്ട് പോയ ഒരു കഥ. അത് ആ അച്ഛൻ എന്നൊക്കെ പറയണ ഒരു ഭാഗ്യവാനായിരിക്കില്ലേ അല്ലേ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അപ്പം നമുക്കാണേലും, ഞാനാണേലും ഇപ്പോൾ ചിന്തിക്കും, എൻ്റെ അമ്മ എൻ്റെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു പോയതാണ്. എനിക്ക് കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അമ്മ മരിച്ചുപോയി. പക്ഷെ ഞാൻ ഇന്നോർക്കും, അന്നും എനിക്ക് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റില്ലാത്ത അമ്മയായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നോ എന്നൊക്കെ ഞാനിപ്പോൾ ചിന്തിക്കാറുണ്ട്. എൻ്റെ അച്ഛനാണെങ്കിൽ ആ വലിയ വെള്ളം ഉള്ള കാലത്ത് മരിച്ചു പോയതാണ്. അതായത് 2018 പ്രളയകാലമാണ് എൻ്റെ അച്ഛൻ മരിച്ചു പോകുന്നത്. അപ്പം ഞാൻ ഇന്ന് ഓർക്കും, ഇച്ചിരോടെ അച്ഛൻ്റെ അടുത്ത് പോകാമായിരുന്നു, ഇച്ചിരോടെ അച്ഛൻ്റെ അടുത്ത് ചെല്ലാമായിരുന്നു, എന്നാ പറയണേ, അച്ഛന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമായിരുന്നു എന്നിപ്പോൾ ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അല്ലേ. അന്ന് ചെയ്യാമായിരുന്ന കാര്യങ്ങൾ ചെയ്തില്ല എന്നിട്ട് ഇപ്പോൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു പല കാര്യങ്ങളും. പക്ഷെ അതിനൊക്കെ എന്തോ തടസ്സങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നമുക്കും ഈ ഓരോ മാറ്റിവെക്കാൻ ഓരോ പ്രവണത കൂടുതലായിരുന്നു. അതായത് അടുത്ത ദിവസമാട്ടെ ഇന്നിപ്പം ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസം കൂടെ കഴിഞ്ഞ് ചെല്ലുക, അങ്ങനത്തെയൊക്കെ ഉള്ള സ്വഭാവങ്ങളിലേക്ക് മാറിപ്പോയി. അപ്പോൾ അന്നൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ അന്ന് ചെയ്യണമായിരുന്നു എന്ന് പിന്നീട് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മുടെ മാതാപിതാക്കൾക്ക് പിന്നീട് നമ്മൾ അത് ഓർത്തിട്ട് ബുദ്ധിമുട്ടിയിട്ടോ ക്ഷമ പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ നമ്മുടെ മക്കളെ നമ്മൾ ഓരോ ശീലങ്ങൾ പഠിപ്പിക്കുന്നതും നമ്മൾ മാതൃകകളായിട്ടിരിക്കണം. അതായത് രാവിലെ എഴുന്നേൽക്കാൻ അച്ഛനും അമ്മയും 7 മണിയാകുമ്പോൾ എണീക്കണോ, പിന്നെ മക്കളോട് 5 മണിക്ക് എണീക്കാൻ പറഞ്ഞാൽ മക്കൾ കേൾക്കുമോ? ഇല്ല.
നമ്മൾ നേരത്തെ എഴുന്നേറ്റ് കാണിച്ചു കൊടുക്കുന്നതും നമ്മുടെ മക്കളെയും കൂടെ അതനുസരിച്ച് എഴുന്നേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അവർ ആ അച്ഛനും അമ്മയും ഇന്ന സമയത്ത് എണീക്കുന്നുണ്ട്, അപ്പം നമുക്കും എണീക്കാം. ആ സമയത്ത് മക്കളെ വിളിച്ചാൽ മക്കൾ ഒരു മടിയും കൂടാണ്ട് എണീറ്റ് വരികയും ചെയ്യും. അല്ലാതെ നമ്മൾ രാവിലെ തൊട്ട് ഒരു എനർജി ഇല്ലാതെ ഒരു മടി ഒക്കെ ആയിട്ട് രാവിലെ തൊട്ട് നമ്മൾ മക്കളെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരതേ ചെയ്യുള്ളൂ. നമ്മൾ അതിൻ്റെ കൂടെ ചെയ്യുക. നമുക്ക് ചെയ്യാനുള്ള രാവിലെ എഴുന്നേറ്റ് യോഗ ചെയ്യാനാണെങ്കിൽ അത്, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്യാനാണെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മൾ രാവിലെ മെഡിറ്റേഷൻ ചെയ്യണം, എന്താണെന്ന് വെച്ചാൽ അത് നമ്മളെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുക. അവരെയും കൂടെ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കളെയും കൂടെ ചെയ്യിപ്പിക്കുക. അപ്പം നമ്മുടെ ജീവിതത്തിൽ അവരാ സമയത്ത് എണീക്കാനൊരു മനസ്സ് വരികയും അവരും അതനുസരിച്ച് അച്ഛനെയും അമ്മേനെയും കണ്ടു വളരാനും ഒക്കെ ഒരു സാധ്യത കൂടുതലാണ്. പിന്നെയുണ്ട്, നമ്മൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ മക്കളോട് സംസാരിക്കുക. അതായത് ഭാര്യയും ഭർത്താവും ആണെങ്കിലും സാമ്പത്തിക കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളോ ഒക്കെ എല്ലാ കാര്യങ്ങളും സംസാരിക്കണം. അല്ലാണ്ട് ഇതൊന്നും മക്കളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കി വയ്ക്കരുത്. അത് മക്കളെ മൂല്യബോധമില്ലാത്ത മക്കളായിട്ട് വളർത്താൻ ഇടവരുത്തും. ആ മക്കൾ നല്ല മിടുക്കന്മാരായി പണത്തിൻ്റെയൊക്കെ മൂല്യം മനസ്സിലാക്കി വളരണമെങ്കിൽ നമ്മൾ അവരെ ചെറുപ്പം തൊട്ട് ഇന്നത് വാങ്ങണം, ഇന്നത് വാങ്ങണ്ട, അത്യാവശ്യം ഏത്, ആവശ്യം ഏത്, എന്തൊക്കെ വാങ്ങണം എന്നൊക്കെയുള്ള നമ്മൾ വീട്ടിൽ തന്നെ ഒരു ലിസ്റ്റ് എഴുതി വെച്ച് നമ്മൾ സാധനങ്ങൾ മേടിക്കുകയും ബാക്കി പൈസ, ആ പൈസകൾ കൊടുക്കാനും കൂടെ നമ്മൾ അവരെ പഠിപ്പിക്കണം. നമ്മൾ ആ മക്കളുടെ കൈ കൊടുത്തിട്ട് അവരെ കൊണ്ട് ബില്ല് കൊടുക്കാനൊക്കെ പഠിപ്പിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ആ പൈസ കൊടുക്കുമ്പോഴൊക്കെ ബാലൻസൊക്കെ മേടിക്കുമ്പോഴൊക്കെ അവരുടെ മനസ്സിലൊരു ഭയങ്കര ഇതാണ്. അതേപോലെ പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിക്കുമ്പോഴൊക്കെ പൈസ മക്കളെ കൊണ്ടൊക്കെ കൊടുപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഓരോന്നിൻ്റെയും മൂല്യം അവർ മനസ്സിലാക്കാൻ ശ്രമിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ആ പിള്ളേർക്ക് പൈസ അനാവശ്യമായിട്ട് ചിലവാക്കണ്ട എന്നുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിൽ ഉണ്ടാകും. അതും നമ്മൾ പഠിപ്പിച്ചു വെക്കാവുന്ന കാര്യമാണ്. പിന്നെയുണ്ട്, മക്കൾ പഠിക്കുന്ന സമയങ്ങളിൽ, പഠിക്കുന്ന മക്കളാണെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞുമക്കളെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. വലുതായി കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കുഞ്ഞുമക്കൾ പഠിക്കുന്ന സമയത്ത് നമ്മളും കൂടെ അവരുടെ കൂടെ ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഏതെങ്കിലും നല്ല ഗ്രന്ഥങ്ങൾ എടുത്തു വെച്ച് വായിക്കുകയോ ആ ഒപ്പം തന്നെ ഇരുന്ന് മറ്റേ മഹത് ഗ്രന്ഥങ്ങളൊക്കെ ആണെങ്കിലും വേണ്ടില്ല, അതാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് അറിവുകൾ തരുന്ന പുസ്തകങ്ങളാണെങ്കിലോ ഒക്കെ എടുത്ത് വായിക്കാൻ അവരുടെ ഒപ്പം ഇരുന്ന് വായിക്കുമ്പോൾ അവരും നമ്മളെ കണ്ടുപോയോ, എൻ്റെ അച്ഛനും അമ്മയും കൂടെ എൻ്റെ ഒപ്പം ഇരുന്ന് വായിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ അമ്മ വായിക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ടാകും. അപ്പോൾ അവർക്ക് കൂടുതൽ പഠിക്കാനൊരു ഇൻട്രസ്റ്റ്. പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ മേശയുടെ ഒരു മൂലയിൽ പോയിരുന്ന് പഠിച്ചാൽ മതിയെന്നേ, ചുമ്മാ വായിച്ചുകൊണ്ടിരിക്കുക. നമുക്കൊരു ഗുണം, ദൈവികമായൊരു ഗുണവും കൂടെ അതിൻ്റെ കൂടെ കിട്ടും. അങ്ങനെ ചെയ്യുക. പിന്നെ വീട്ടിലെ ഒരു അലമാരിക്കകത്ത് ലൈബ്രറി പോലെ കുറേ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കുക. അതിനകത്ത് നല്ല ഗ്രന്ഥങ്ങൾ, നല്ല അറിവുള്ള ഗ്രന്ഥങ്ങളും ഒക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കാനൊക്കെ മക്കളോട് പറയുക. ഈ പുസ്തകത്തിൽ ഇന്നതുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ പറ്റും എന്ന് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുക. പിന്നെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ അവരെ ബഹുമാനിക്കാൻ നമ്മൾ പഠിപ്പിക്കുക. അതായത് ആരെങ്കിലും വന്നു കഴിയുമ്പോൾ നമ്മൾ അടുക്കളപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പിള്ളേരുടെ അച്ഛൻ എന്തെങ്കിലും പണി ചെയ്യുക, അത് നിർത്തിയിട്ട് അവരെ വന്ന് സ്വീകരിക്കുന്നതും ഒക്കെ കണ്ട് മക്കൾ വളരുമ്പം അവരും അവരുടെ ഭാവിയിൽ അതുപോലെ മക്കളോട് പെരുമാറാൻ, മക്കളോടല്ല മറ്റുള്ളവരോട് പെരുമാറാൻ അവരും പഠിക്കും. അതായത് അവരെ വായിരിക്കുക എന്നൊക്കെ പറയുക, അവർക്ക് എന്തെങ്കിലും ചായയോ കാപ്പിയോ ജ്യൂസോ എന്നാന്ന് വെച്ചാൽ അതൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അത് മക്കളുടെ ഉള്ളിൽ പതിയും. ഇങ്ങനെയാണ് ഒരാളോട് പെരുമാറേണ്ടത് എന്നും പറയും മക്കളെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുക. അവർക്ക് അവരിന്നയാളാണെന്ന് പറഞ്ഞ് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുക. അതേപോലെ നമ്മുടെ നല്ല ഫ്രണ്ട്സുകളുണ്ടെങ്കിൽ അവരുടെ വീട്ടിലൊക്കെ നമ്മുടെ മക്കളെയും കൊണ്ടുപോവുക. അവരുടെ രീതികളും ജീവിത രീതികളും അവരുടെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള സ്നേഹമൊക്കെ മക്കൾ കണ്ടു വളരട്ടെ എന്ന് വെക്കുക. അതൊക്കെ ഒത്തിരി നല്ലതാണ്. നമുക്ക് അടുത്ത പരിചയമുള്ളവരുടെ വീടുകളിൽ കൂടെയൊക്കെ നമ്മുടെ മക്കളെ കൊണ്ടുപോയിട്ട് നമ്മുടെ കൂടെ തിരിച്ചു കൊണ്ടുവരിക. അതൊക്കെ നല്ലതാണ്. അല്ലാണ്ട് അവിടെ നിർത്തിയിട്ട് പോരാനല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ മക്കളെ നമ്മുടെ കൂടെ കൊണ്ടുപോയി നമ്മൾ തിരിച്ചു കൊണ്ടുവരിക. അവരുടെ ആ പെരുമാറ്റങ്ങളും രീതികളും ഒക്കെ മക്കൾ കണ്ടു വളരാൻ ഇടവരും. അതേപോലെ തന്നെയുണ്ട്, നമ്മുടെ അയൽവക്കവുമായിട്ട് സാമൂഹികമായിട്ട് എല്ലാവരുമായിട്ട് ഇടപഴകാൻ നമ്മൾ ശ്രമിക്കണം. നമുക്ക് പറ്റുന്നിടത്തോളം നമ്മുടെ അയൽവക്കവും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരോടായിട്ട് നമ്മൾ നല്ല റിലേഷൻഷിപ്പിലിരിക്കാൻ ശ്രമിക്കുക. അവരുമായിട്ട് നല്ലൊരു സൗഹൃദം ഉണ്ടായിരിക്കും. അവിടെ എന്ത് ഫംഗ്ഷൻ നടന്നിട്ടുണ്ടെങ്കിലും ആ ചുറ്റുവട്ടത്തുള്ള പരിപാടികളിലൊക്കെ നമ്മൾ പങ്കെടുക്കണം. അപ്പം നമുക്കൊരാവശ്യം ഉണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്ത് പെട്ടെന്ന് വരാനൊരാളുള്ളത് അവർ മാത്രമായിരിക്കും. അല്ലാണ്ട് നമ്മുടെ ബന്ധുക്കൾ, നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മുടെ അടുത്ത് കിടക്കുന്ന ശത്രുവാണ് നമ്മുടെ ബന്ധുക്കളെക്കാളും അടുപ്പം എന്ന് പറയണത് കേട്ടിട്ടില്ലേ? കാരണം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സംഭവം നടന്നാൽ അവർ ശത്രുത മറന്ന് ഓടി വരും.
അതുപോലെ നമ്മുടെ അടുത്തുള്ളവരെ നമ്മളെപ്പോഴും ചേർത്ത് നിർത്താൻ ശ്രമിക്കുക. അതെന്തും ആകട്ടെ, ആരുമാകട്ടെ, അവരോട് നമ്മൾ നല്ല സൗഹൃദത്തിലിരിക്കാൻ ശ്രമിക്കുക എന്നും പറഞ്ഞ് എപ്പോഴും അയൽവക്കം കയറി ഇറങ്ങി നടക്കുന്നതല്ല ഞാൻ പറഞ്ഞത്. എപ്പോൾ കണ്ടാലും മിണ്ടുന്നതും എപ്പോഴും സഹകരിക്കുന്നതുമായ ഒരു ബന്ധം അയൽവക്ക ബന്ധവുമായിട്ട് നമ്മൾ ഉണ്ടായിരിക്കണം. സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ മക്കളുടെ കാങ്കൽ വെച്ച് നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കാതിരിക്കുക. അവരുടെ നല്ല വശങ്ങൾ നമുക്ക് പറയാം, പക്ഷെ വിമർശിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുമക്കൾ അത് കേട്ടോണ്ടിരിക്കുക എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. നമ്മൾ ആരെക്കുറിച്ചെങ്കിലും മോശം പറയുമ്പോൾ ആ കുട്ടികളുടെ മനസ്സിൽ ഇന്നവരെക്കുറിച്ച് ഇന്നതാ പറയണേ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ പെരുമാറണ്ടേ, ഇന്നവരുടെ സ്വഭാവം ഇന്നതാ എന്നിങ്ങനെ മനസ്സിലാക്കാനൊരിട വരും. അതുകൊണ്ട് നമ്മൾ പരമാവധി മറ്റുള്ളവരുടെ കുറ്റങ്ങൾ, കുറവുകൾ ഒക്കെ നമ്മൾ പറയാതിരിക്കുക. അവരെ ഹൈലൈറ്റ് ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ, അവരിലുള്ള എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ നമ്മൾ മക്കളുടെ കൂടെ ഇരുന്ന് പറയാവുള്ളൂ. അല്ലാണ്ട് എല്ലാവരെയും ദൂഷിക്കുന്ന സ്വഭാവം നമ്മൾ എടുക്കാതിരിക്കുക. അതൊക്കെ ആ മക്കളുടെ ഒത്തിരി നെഗറ്റീവ് ഉണ്ടാക്കാൻ സാധിക്കും. എല്ലാവരെയും ബഹുമാനിക്കാനും എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കാനും ഒക്കെ നമ്മളെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നത് ആ മക്കൾ ചെയ്യുന്നത്. അല്ലാതെ അവർക്കൊന്നും ഈ ഭൂമിയിലേക്ക് ഇതെല്ലാം പഠിച്ചിട്ടൊന്നുമല്ല അവർ വരുന്നത്, അല്ലേ? നമ്മൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. പിന്നെ എപ്പോഴും നമ്മൾ ചെയ്ത് കാണിക്കുന്നതാണ് നമ്മൾ മക്കൾ പഠിച്ചെടുക്കുന്ന കൂടുതലും. നമ്മളിപ്പോൾ ഒരു വണ്ടി ഓടിക്കാൻ അച്ഛനും അമ്മയും വണ്ടി ഓടിക്കുന്നവരാണെങ്കിൽ മക്കൾ സ്വാഭാവികമായിട്ടും വണ്ടി ഓടിക്കും, അവരെ പഠിച്ചിരിക്കും. അപ്പം പഠിക്കാനൊരു ആഗ്രഹം അവരുടെ ഉള്ളിലുണ്ടാകും വണ്ടി ഓടിക്കണം എന്നുള്ളത്. അപ്പം അതാണ് നമ്മൾ കാണിച്ചു കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ എന്തും കാണിച്ചു കൊടുക്കണം. അല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തതിനൊന്നും ന്യായീകരിപ്പിക്കുന്ന രീതിയിൽ മാതാപിതാക്കൾ തെറ്റ് ചെയ്തിട്ട് അതിനെ ന്യായീകരിച്ച് മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന രീതിയും ഒന്നും ആകാതിരിക്കുക. പിന്നെ എവിടെയെങ്കിലും ക്യൂ നിൽക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെയൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിന് അവിടുത്തെ നിയമം പാലിക്കാൻ നമ്മൾ ചെറുപ്പത്തിലേ നമ്മുടെ മക്കളെയും പഠിപ്പിക്കണം, നമ്മളും ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണെങ്കിലും അതിനിടയ്ക്ക് കയറിപ്പോയി നിന്ന് ടിക്കറ്റ് എടുക്കുക. ഉത്സവത്തിന് ഏതെങ്കിലും ഒരു ക്യൂ നിൽക്കുക, എന്തെങ്കിലും പരിപാടിക്ക് നിൽക്കുകയാണെങ്കിൽ അതിന് മുമ്പിലേക്ക് ഇടിച്ച് കയറിപ്പോയി വേറൊരു മാർഗത്തിൽ കൂടെ അവിടെ വന്ന് കയറുക. ഇതൊക്കെ ഒരു മോശമാണെന്ന് എനിക്ക് വേറെ ഒരു രാജ്യത്തും ഇല്ലാത്ത കാര്യമാണ് നമ്മുടെ ഇവിടെയുള്ളത്. അപ്പം നമ്മൾ അതിലൊക്കെ ഒരു മാന്യത പുലർത്താൻ ശ്രദ്ധിക്കുക. അത് എല്ലാവർക്കും അർഹതപ്പെട്ടതാണ്. എല്ലാവർക്കും ഇത് ഈ അവസ്ഥകളിൽ കൂടെയാണ് എല്ലാവരും പോകുന്നത്. ചില ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ കാണാൻ മേലെ നമ്മൾ മണിക്കൂറുകൾ ഇരുന്നാലും നമ്മൾ കയറില്ല, പെട്ടെന്ന് വന്നവർ കയറി പോകണേയും കാണാം. അതായത് സ്പെഷ്യൽ ചീട്ട് എടുത്താൽ അല്ലെങ്കിൽ അവരുടെയായിട്ട് എന്തെങ്കിലും ഒരു ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടും ഒക്കെ കയറിപ്പോകും. അപ്പം ഇവിടെ ഇരിക്കണവർ തീർത്തും വയ്യാതെ ഇരിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. അത് നമ്മൾ ചിന്തിക്കണം, അല്ലേ? അപ്പം അങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു വട്ടവും കൂടെ ആലോചിക്കുക. നമ്മളെപ്പോലെ തന്നെയുള്ളവരാണ് അവിടെ ഇരിക്കുന്നത്, നമ്മളിലും അവസരമായിട്ടുള്ളവരും ഉണ്ട്, നമുക്ക് ഇച്ചിരി വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള ചിന്തിക്കാനുള്ള മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന മാതൃകകൾ നമുക്ക് കാണിച്ചു കൊടുക്കുക. അവരെ നേർവഴിക്ക് അയക്കാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തു വളരുന്ന മക്കളുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന A to Z കാര്യങ്ങളും നമ്മുടെ മക്കൾക്ക് നല്ലതായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും മോശക്കാരാവില്ല. നമ്മളല്ലേ പറഞ്ഞു കൊടുക്കാനുള്ളൂ. അല്ലാണ്ട് ഒരു പുസ്തകത്തിൻ്റെ താളുകളിലും ഇതിനെക്കുറിച്ചൊന്നും എഴുതി വെച്ചിട്ടില്ല ഇന്ന രീതി പെരുമാറണമെന്നൊന്നും. നമ്മളെ പറഞ്ഞു കൊടുക്കാനുള്ളൂ. നമുക്കും അധ്യാപകർക്കും മാത്രമേ അവർ പറഞ്ഞു കൊടുക്കുക. പിന്നെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റും. സമൂഹം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്മകളും തിന്മകളും മനസ്സിലാക്കാനുള്ള ഒരു ബോധം പിള്ളേർക്ക് ഉണ്ടാകും സമൂഹത്തിൽ നിന്ന്. അല്ലാണ്ട് തിന്മയെ കാണുമ്പോൾ അതിനെ എതിർക്കാൻ തന്നെ പഠിപ്പിച്ചു വെക്കണം. അല്ലാണ്ട് തിന്മേനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഒരിക്കലും ഇടയാവരുത്തരുത്. ഇതൊക്കെയാണ് നല്ല ഒരു പേരൻ്റായിരിക്കണം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. ഇതിലൂടെ എന്തെങ്കിലും എന്നാന്ന് പറയുന്നത് നമ്മളിൽ കൂടെ ഒരു നല്ല മെസ്സേജ് നമ്മുടെ മക്കൾക്ക് ചെല്ലുമെങ്കിൽ നമ്മൾ വിജയിച്ചില്ലേ, അല്ലേ? അല്ലാണ്ട് പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ട് നമുക്കൊന്നും പറഞ്ഞു കൊടുക്കാനും പറ്റിയില്ല, നമ്മൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തിലും ഒക്കെ പെട്ടു, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തീർന്നു കഴിഞ്ഞിട്ട് അത് നേരത്തെ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു എന്നൊന്നും അവസാന നിമിഷം ചിന്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അല്ലേ? അപ്പോൾ ഇപ്പം നമ്മൾ മാതൃകകളാകുക, അതാണ് വേണ്ടത്. ഓക്കേ.